നമസ്കാരം. ധനുസ് PSC ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് സസ്യലോകത്തെക്കുറിച്ച് ഒരു കണ്ടൻറ്റാണിത്. സസ്യങ്ങൾ പ്രധാന വിവരങ്ങൾ, ഇതിനകത്ത് പ്രകാശ സംശ്ലേഷണം, ഹരിതകം, വർണ്ണകങ്ങൾ, എപ്പിഫൈറ്റുകൾ. കേരള PSC പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യങ്ങളുടെ സ്ഥിര സാന്നിധ്യമാണിത്. സ്റ്റാൻഡേർഡ് 6 ടെക്സ്റ്റിൽ നിന്നുള്ള വിവരങ്ങളടങ്ങിയ PDF ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കോശം കണ്ടുപിടിച്ചത് ആരാണ്? കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക്. റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത്. റോബർട്ട് ഹുക്കാണ് കോശം കണ്ടുപിടിച്ചത്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? കോശങ്ങളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? സൈറ്റോളജി. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജിയാണ്. കോശം കണ്ടുപിടിച്ചത് റോബർട്ട് ഹുക്ക്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? സൈറ്റോളജി. കോശം എന്ന് പറഞ്ഞ് നമുക്കറിയാം, ജന്തുകോശം എടുത്താലും സസ്യകോശത്താണെങ്കിൽ സസ്യകോശം, അതിലും നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ചുറ്റും കോശാംഗങ്ങളുണ്ട്. അവിടെ ഹരിതകം വന്ന വർണ്ണവസ്തുക്കൾ കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട്. വലിയൊരു ഫേനവും സസ്യകോശത്തിൽ കാണപ്പെടുന്നുണ്ട്. ജന്തുകോശത്തിൽ അത്രയുമില്ല, വലിയൊരു ഫേനും സസ്യകോശത്തിൽ കാണപ്പെടുന്നുണ്ട്. നടുക്ക് ന്യൂക്ലിയസ് ഉണ്ട്, ഹരിതകം എന്നുള്ള വർണ്ണവസ്തുക്കൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മൈറ്റോകോൺട്രിയ, ഗോൾജി കോംപ്ലക്സ് തുടങ്ങിയ കോശാംഗങ്ങളും ഈ കോശത്തിനകത്ത് കാണപ്പെടുന്നുണ്ട്. അങ്ങനെയുള്ള കോശങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? സൈറ്റോളജിയാണ്. കോശം കണ്ടുപിടിച്ചതാരാണ്? റോബർട്ട് ഹുക്കാണ്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? സൈറ്റോളജി. സൈറ്റോളജി എന്നാണ് പറയുക. സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? MJ ഷ്ലീഡൻ. സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? MJ ഷ്ലീഡൻ എന്നറിയപ്പെടുന്നു. MJ ഷ്ലീഡൻ. സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാണ് MJ ഷ്ലീഡൻ. കലകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഹിസ്റ്റോളജി. കലകളെക്കുറിച്ചുള്ള പഠനം ഹിസ്റ്റോളജിയാണ്. കലകളെക്കുറിച്ചുള്ള പഠനം, അതായത് കോശങ്ങൾ എന്ന് പറയുമ്പം സെല്ല്, കോശങ്ങൾ. ഈ കോശങ്ങൾ ഒരു കോശം, ഒന്നോതിലധികമോ കോശങ്ങൾ കൂടിച്ചേരുന്നതാണ് എന്ത്? കലകൾ എന്ന് പറയുന്നത്. ഒന്നോതിലധികമോ കോശങ്ങൾ കൂടിച്ചേർന്ന് പറയുന്ന പേരാണ് കലകൾ. അങ്ങനെ ധാരാളം കലകൾ, എപ്പിത്തീലിയൽ കലകൾ, അങ്ങനെ ധാരാളം കലകൾ, ആവരണ കലകൾ, അങ്ങനെ ധാരാളം കലകൾ ഒന്നിച്ചു ചേരുന്നതാണെന്ത്? അവയവം എന്ന് പറയുന്നത്, ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ കോശങ്ങൾ ചേരുന്ന കോശ സമൂഹമാണെന്ത്? കലകൾ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള കലകളെക്കുറിച്ച് പഠിക്കുന്ന പഠനമാണെന്ത്? ഹിസ്റ്റോളജി എന്ന് പറയുന്നത്. ഹിസ്റ്റോളജി. കോശം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം സൈറ്റോളജി. സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ MJ ഷ്ലീഡൻ. കലകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹിസ്റ്റോളജി എന്ന് പറയുന്നു. ഹിസ്റ്റോളജി എന്നാണ് പറയുന്നത്. ഇനി സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം. സസ്യങ്ങൾക്ക് ജീവനുണ്ട്, അവ ചലിക്കുന്നുണ്ട്, അല്ലേ? അപ്പോൾ സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ത്? ക്രെസ്കോഗ്രാഫ്. ക്രെസ്കോഗ്രാഫ്. സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണമാണെന്ത്? ക്രെസ്കോഗ്രാഫ്. ജീവനുള്ളവയെല്ലാം ചലിക്കുന്നുണ്ട്, വളരുന്നുണ്ട്. സസ്യങ്ങളുടെ ചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ക്രെസ്കോഗ്രാഫ്. ക്രെസ്കോഗ്രാഫ് എന്നാണ് അറിയപ്പെടുക. ക്രെസ്കോഗ്രാഫ് എന്നാണ് അറിയപ്പെടുക. അപ്പോൾ അങ്ങനെ സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹം ഒരു ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? JC ബോസ് എന്നാണ്. JC ബോസ്. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? JC ബോസാണ്. JC ബോസാണ്. ഇനി ഇവിടെ അതിൽ സസ്യകോശം കണ്ടെത്തിയത് ആരായിരുന്നു? MJ ഷ്ലീഡനാണ്. സസ്യകോശം കണ്ടെത്തിയതാരാണ്? MJ ഷ്ലീഡനായിരുന്നു. ഇനി ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയതും ആരാണ്? ഈ JC ബോസാണ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയാരാണ്? JC ബോസ്. സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ്? ക്രെസ്കോഗ്രാഫ്. ഓക്കെ. സസ്യങ്ങൾക്കും ജീവനുണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞനാരായിരുന്നു? JC ബോസ്. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയതാരാണ്? JC ബോസ്. കൺഫ്യൂഷൻ ആയില്ലല്ലോ. ക്രെസ്കോഗ്രാഫ് കണ്ടെത്തിയതാരാണ്? JC ബോസ് തന്നെയാണ്. ഇനി കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് എന്താണ്? മൈറ്റോകോൺട്രിയ. കോശത്തിൻ്റെ പവർ ഹൗസ് എന്താണ്? മൈറ്റോകോൺട്രിയ. മൈറ്റോകോൺട്രിയ എന്ന് പറയുന്ന ആരാണ്? കോശാംഗങ്ങളാണ്. നേരത്തെ പറഞ്ഞ പോലെ കോശമുണ്ടെങ്കിൽ കോശത്തിന് നടുക്കൊരു ന്യൂക്ലിയസ് ഉണ്ട്, അതിനെ പൊഴിഞ്ഞ് പ്രോട്ടോപ്ലാസം ഉണ്ട്.
അല്ലേ? വെള്ളം പോലുള്ള ഭാഗം പ്രോട്ടോപ്ലാസം ഉണ്ട്. അതിനകത്ത് ധാരാളം ആരുണ്ട്? കോശാംഗങ്ങളുണ്ട്. അതിലൊന്നാണ് ആര്? മൈറ്റോകോൺട്രിയ. എനർജി അല്ലെങ്കിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കോശാംഗമാണെന്ത്? മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അപ്പോൾ കോശത്തിൻ്റെ പവർ ഹൗസ്, എനർജി ഹൗസ്, പവർ ഹൗസ് എന്നറിയപ്പെടുന്നത് ആരാണ്? മൈറ്റോകോൺട്രിയ. ഓക്കെ. ഇനി സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം, സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്താണ്? സെല്ലുലോസ് ആണ്. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം ഏതാണ്? സെല്ലുലോസ് ആണ്, അല്ലേ? അതായത് ജന്തുകോശത്തിന് വ്യത്യസ്തമായിട്ട് സസ്യങ്ങളുടെ കോശഭിത്തി സസ്യകോശം ഏകദേശം റൗണ്ടല്ല, ഇതേപോലെ ഇരിക്കും. നടുക്കിങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ഇരട്ട സ്ഥലം, അതുതന്നെയാണെന്ത്? സെല്ലുലോസ് എന്ന് പറയുന്നത്, അല്ലേ? നടുക്കൊണ്ട് ഇവിടെ പ്രോട്ടോപ്ലാസം ഉണ്ട്. ആ പ്രോട്ടോപ്ലാസത്തിൽ എന്താണ്? ഈ ഹരിതകം വന്ന സാധനങ്ങളുമുണ്ട്. മൈറ്റോകോൺട്രിയ തുടങ്ങിയ ഗോൾജി കോംപ്ലക്സ് തുടങ്ങിയ കോശാംഗങ്ങളുണ്ട് അതേപോലെ, അല്ലേ? അപ്പോൾ അതിൻ്റെ സസ്യകോശങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്താണ്? സെല്ലുലോസ്. എന്താണത്? സെല്ലുലോസാണ്. സെല്ലുലോസാണ് സസ്യകോശങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്ന് പറയുന്നത്. അടുത്തത്, സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങൾ എന്താണ്? സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങൾ എന്താണ്? ഹരിതകം. അതിന് പറയുന്ന പേര് ഹരിതകം. പച്ച നിറമുള്ള ജൈവകണങ്ങളാണ് ഹരിതകം, അല്ലേ? ഗ്രാനിയെന്നും സ്ട്രോമയെന്നും ഒക്കെ എൻ്റെ പാർട്സ് ആണത്. ഹരിതകം. സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങളുടെ പേരെന്താണ്? ഹരിതകം. സസ്യകോശങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൊഴുത്ത ദ്രാവകം എന്ന് പറയുന്നത് എന്താണ്? പ്രോട്ടോപ്ലാസമാണ്. സസ്യകോശങ്ങൾ നിറഞ്ഞിരിക്കുന്ന കൊഴുത്ത ദ്രാവകം പ്രോട്ടോപ്ലാസമാണ്. അതിലാണ് ഹരിതകവും ഈ കോശാംഗങ്ങളുമെല്ലാം മുങ്ങി കിടക്കുന്നത്. അടുത്തത്, തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകല ഏതാണ്? തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകല ഏതാണ്? സ്ക്ലീറൻ കൈമയാണ്. സ്ക്ലീറൻ കൈമ. അതായത് ഒരു ചെടിയുടെ ഏറ്റവും അല്ലെങ്കിൽ വളരെ കട്ടി കൂടിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കലകളാണെന്ത്? സ്ക്ലീറൻ കൈമ. ചെടികളുടെ കട്ടി കൂടിയ ഭാഗങ്ങളിൽ, ചെടികളുടെ കട്ടി കൂടിയ വേര് തണ്ടൊക്കെ ഭാഗങ്ങളിൽ കട്ടി കൂടിയ ഭാഗമുണ്ട്, അവിടെയൊക്കെ കാണപ്പെടുന്ന മരത്തിൻ്റെ തൊലിയിൽ. അപ്പോൾ ഒരു ചെടിയുടെ കട്ടി കൂടിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കലകളറിയാം, കോശങ്ങൾ ചേരുന്ന കോശ സമൂഹമാണെന്ത്? കലകൾ. അപ്പം അങ്ങനെയുള്ള ചെടികളുടെ വളരെ കട്ടി കൂടിയ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന കലകളാണെന്ത്? സ്ക്ലീറൻ കൈമ എന്ന് പറയുന്നത്. സ്ക്ലീറൻ കൈമ. തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കുന്ന സസ്യകല ഏതാണ്? സ്ക്ലീറൻ കൈമ. അപ്പോൾ അത് മനസ്സിലാക്കണമല്ലോ. എന്നാൽ മൃദുഭാഗങ്ങൾ, സസ്യങ്ങളുടെ മൃദുഭാഗങ്ങൾ കാണപ്പെടുന്ന കലകൾ ഏതായിരിക്കണം? കട്ടി കൂടിയത് സ്ക്ലീറൻ കൈമ ആണെങ്കിൽ മൃദുഭാഗം ഏതായിരിക്കും? കനം കുറഞ്ഞ ഭാഗം ഏതായിരിക്കും? പാരൻകൈമ കോശങ്ങളാണ്. പാരൻകൈമ കോശങ്ങളാണ്. കട്ടി കൂടിയത് സ്ക്ലീറൻ കൈമ ആണെങ്കിൽ മൃദുഭാഗം, സോഫ്റ്റായ ഭാഗം പാരൻകൈമ കോശങ്ങളാണ്. ഓക്കെ. എന്നാൽ അതുപോലെ നമ്മൾ കാറ്റടിക്കുമ്പോൾ സസ്യഭാഗങ്ങളിങ്ങനെ ആടി ഒലയുന്ന കാണാം. അപ്പോൾ അങ്ങനെ ഒടിഞ്ഞു പോകുന്നില്ല, അല്ലേ? അവിടെ നിൽക്കുക ചെയ്യുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞു പോകും. പക്ഷെ അങ്ങനെ ഒടിയാതെ സംരക്ഷിക്കുന്ന കലകൾ ആരാണ്? ഏത് കലകളായിരിക്കും അത്? സസ്യങ്ങൾ കാറ്റടിക്കുമ്പോൾ ഒടിയാതിരിക്കാൻ വേണ്ടി, വളയാൻ വേണ്ടി ഉള്ള കലകൾ ഏതാണ്? കോളൻ കൈമയാണത്. കോളൻ കൈമയാണ്. അപ്പോൾ സസ്യങ്ങളുടെ കട്ടി കൂടിയ ഭാഗത്ത് കാണുന്ന കോശങ്ങൾ ഏതാണ്? സ്ക്ലീറൻ കൈമയാണ്. കട്ടി കുറഞ്ഞ മൃദുഭാഗത്ത് കാണുന്ന കോശങ്ങൾ ഏതാണ്? പാരൻകൈമ കോശങ്ങൾ. കാറ്റിലൊക്കെ ഓടുമ്പോൾ സസ്യങ്ങൾ ഒടിയാതിരിക്കാൻ സഹായിക്കുന്ന കോശങ്ങൾ അല്ല കലകൾ ഏതാണ്? കോളൻ കൈമ കോശങ്ങളാണ്. അങ്ങനെ തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരുന്ന സസ്യകല ഏതാണ്? സ്ക്ലീറൻ കൈമ കോശങ്ങൾ, അല്ലേ? അടുത്ത, സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വേരും തണ്ട്, ഇല, പൂവ്, ഫല എന്നിവയാണ് പ്രധാന ഭാഗങ്ങൾ. സസ്യകോശങ്ങൾ നിങ്ങൾക്കറിയാം, അതുപോലെ തന്നെ ജന്തുകോശങ്ങളും അറിയാം. സസ്യകോശങ്ങൾ കാണപ്പെടുന്നത് വന്നാൽ ജന്തുകോശങ്ങളിൽ ഇല്ലാത്തതുമായ, അല്ലേ? ജന്തുകോശം ഇങ്ങനെയൊക്കെ ആയിരിക്കും. അതുപോലെ സസ്യകോശം ഇവിടെയും കാണപ്പെടും. അപ്പോൾ സസ്യകോശങ്ങൾ കാണപ്പെടുന്നത് വന്നാൽ ജന്തുകോശങ്ങൾ ഇല്ലാത്തതുമായ ഒരു ഘടകങ്ങൾ ഏതൊക്കെ പറയാം?
പ്രധാന ഘടകം ഒന്ന് കോശഭിത്തിയുണ്ട്. എവിടെ? കോശഭിത്തിയുണ്ട് സസ്യകോശത്തിന്. കോശഭിത്തിയുണ്ട് സസ്യകോശത്തിന്. ഇവിടെ കോശഭിത്തി ഇല്ല. പ്രോട്ടോപ്ലാസം ഇങ്ങനെ ഒരു ആവരണം മാത്രമേ ഉള്ളൂ. ഇവിടെ ജന്തുകോശത്തിൽ പ്രോട്ടോപ്ലാസം ഒരു ആവരണം മാത്രമേ ഉള്ളൂ. സസ്യകോശത്തിൽ അങ്ങനെയല്ല, കോശഭിത്തിയുണ്ട്. സെല്ലോസ് കൊണ്ട് നിർമ്മിച്ച കട്ടുകൂടിയ കോശഭിത്തി സസ്യത്തിനുണ്ട്. അതുപോലെ തന്നെ സസ്യകോശങ്ങൾ ആരും കൂടിയുണ്ട്, ഹരിതകം എന്ന വർണ്ണവും കൂടി അടങ്ങിയിട്ടുണ്ട്. ഹരിതകം എന്ന വർണ്ണവും കൂടി അടങ്ങിയിട്ടുണ്ട്. എന്നാൽ ജന്തുകോശത്തിൽ ഹരിതകം അടങ്ങിയിട്ടില്ല. ബാക്കി കോശാംഗങ്ങളൊക്കെ ഉണ്ട്. ബാക്കി കോശാംഗങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ്? മൈറ്റോകോൺട്രിയ അല്ലേ, ഗോൾജി കോംപ്ലക്സുകൾ, പിന്നെ റൈബോസോമുകൾ. റൈബോസോമുകൾ എന്തിനു വേണ്ടിയുള്ളതാണ്? റൈബോസോം എന്ന് പറയുമ്പോൾ ആർക്ക് വേണ്ടി? എന്തിനു വേണ്ടിയുള്ള റൈബോസോം? റൈബോസോം എന്ന കോശാംഗത്തിൻ്റെ ധർമ്മം എന്താണ്? എന്തിനു സഹായിക്കുന്നു അവർ? മാംസ സംശ്ലേഷണം, പ്രോട്ടീൻ നിർമ്മിക്കുക. മാംസ സംശ്ലേഷണം അല്ലെങ്കിൽ പ്രോട്ടീൻ നിർമ്മാണമാണ് റൈബോസോമുകളുടെ ധർമ്മം. പ്രോട്ടീൻ നിർമ്മാണം, മാംസ്യ സംശ്ലേഷണമാണ് റൈബോസോമുകളുടെ ധർമ്മം. ഓക്കെ, നെക്സ്റ്റ്, സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്ന ആരാണ്? സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ആരാണ്? ഇല. ഇലയിൽ വെച്ചാണ് സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്യുന്നത്. നമ്മളും അങ്ങനെ അടുക്കളയിൽ വെച്ച് ആഹാരം പാകം ചെയ്യുന്ന പോലെ സസ്യങ്ങളും ഇലയിൽ വെച്ച് ആഹാരം പാചകം ചെയ്യുന്നു. അതിനൊരു പേരുണ്ട്. ആ പേരിന് പറയുന്ന പേരെന്താണ്? പ്രകാശ സംശ്ലേഷണം. പ്രകാശ സംശ്ലേഷണം എന്നാണ് പറയുക. സസ്യങ്ങൾ ആഹാരം പാചകം ചെയ്ത് അന്നജം ഉൽപ്പാദിപ്പിക്കുന്ന ആ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണെന്ത്? പ്രകാശ സംശ്ലേഷണം. എന്തിൻ്റെയൊക്കെ സഹായത്താൽ പ്രകാശ സംശ്ലേഷണം നടക്കാം? ഒന്ന്, സൂര്യപ്രകാശത്തിൻ്റെ സഹായം വേണം. സൂര്യപ്രകാശത്തിൻ്റെ സഹായത്താൽ അല്ലേ ജലവും ലവണങ്ങളും വേരിലൂടെ വലിച്ചെടുത്ത് ഇലകളിൽ വെച്ച് ഇലയിലുള്ള ഹരിതകം ഉപയോഗിച്ച് മറ്റൊന്നുകൂടിയുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ സഹായത്താൽ ഇലകൾ ആഹാരം പാകം ചെയ്യുന്നു. അതാണ് പ്രകാശ സംശ്ലേഷണം. കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ലവണങ്ങൾ, ഹരിതകം എന്നിവയുടെ സഹായത്താൽ പിന്നെന്ത് വേണം? സൂര്യപ്രകാശം കൂടി ഉപയോഗിച്ചിട്ട് ഇലകൾ ആഹാരം പാകം ചെയ്യുന്ന രീതിയാണെന്ത്? പ്രകാശ സംശ്ലേഷണം. അപ്പോൾ അവിടെ സൂര്യപ്രകാശമാണ് അവിടെ ഉപയോഗിക്കുക. അതുകൊണ്ടാണ് പ്രകാശ സംശ്ലേഷണം എന്ന പേര് കൂടി വന്നത്. കോശത്തിൻ്റെ അടുക്കള ആരാണ്? അടുക്കള ആര് തന്നെയാണ്? ഹരിതകണമാണ് അതിൻ്റെ അടുക്കള അല്ലേ. കോശത്തിൻ്റെ അടുക്കള, സസ്യകോശത്തിൻ്റെ അടുക്കള ആരാണ്? സസ്യങ്ങളുടെ അടുക്കള മെയിൻലി പൊതുവേ നമ്മൾ ചെടി എടുക്കുമ്പോൾ അത് ഇലയാണെങ്കിൽ ആ കോശം എടുത്താൽ, സസ്യകോശം എടുത്താൽ അതിൻ്റെ അടുക്കള എവിടെയാണ്? ഹരിതകണത്തിലാണ്. ഈ ഹരിതകണത്തിൽ ഗ്രാന എന്നും സ്ട്രോമ എന്നും ഒക്കെയുള്ള ചെറിയ പാർട്സ് ഉണ്ട്. അവിടെ ഇരുണ്ട ഘട്ടം, പ്രകാശഘട്ടവും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അതുകൊണ്ടാണ് അങ്ങനെ പ്രത്യേകിച്ച് പറയുക. അപ്പോൾ ഹരിതകണത്തിലാണെന്ത്? കോശത്തിൻ്റെ അടുക്കള. കോശത്തിൻ്റെ അടുക്കള ആരാണ്? ഹരിതകണം. ഇലകൾക്ക് പച്ചനിറം കൊടുക്കുന്ന ആരാണ്? ഹരിതകമാണ്. ഇനി ഒറ്റ ഇല മാത്രമുള്ള ഒരു സസ്യം ഏതാണ്? ചേന എന്ന് പറയാം. ഇലകളിൽ ആഹാരം സംഭരിച്ചു വച്ചിരിക്കുന്ന സസ്യം കാബേജ്. ഇലയുടെ സുഷിരങ്ങളിൽ അല്ലെങ്കിൽ ഉപരിവൃതിയിൽ കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? ആസ്യരന്ധ്രങ്ങൾ. ഇലയുടെ ഉപരിവൃതി എന്ന് പറഞ്ഞാൽ ഇലയുടെ ഉപരിവൃതി കോശങ്ങളിൽ, ഇലയുടെ ഏറ്റവും മുകളിലുള്ള കോശങ്ങളിൽ അവിടെ കാണപ്പെടുന്ന സൂക്ഷ്മ സുഷിരങ്ങളാണെന്ത്? ആസ്യരന്ധ്രങ്ങൾ. ഇതുവഴി വാതക വിനിമയം നടക്കുന്നുണ്ട്. ഇലയുടെ മുകളിൽ ഉപരിവൃതിയിൽ കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങളാണെന്ത്? ആസ്യരന്ധ്രങ്ങൾ എന്ന് പറയുക. തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഗ്വാഡ് സെൽസ് എന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവഴി വായു അകത്തേക്ക് പുറത്തേക്ക് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇലയുടെ ഉപരിവൃതിയിൽ കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങളാണെന്ത്? ആസ്യരന്ധ്രങ്ങൾ. ഉപരിവൃതി എന്താണ്? മുകളിലത്തെ കോശങ്ങൾ എന്നർത്ഥമേ ഉള്ളൂ. ഇലയുടെ ഉപരിവൃതിയിൽ കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങളാണെന്ത്? ആസ്യരന്ധ്രങ്ങൾ. രന്ധ്രം സുഷിരമല്ലേ? ആസ്യരന്ധ്രങ്ങൾ. ഒറ്റ ഇല മാത്രമുള്ള സസ്യം ഏതാണ്? ചേന. ഇലകളിൽ ആഹാരം സംഭരിച്ചു വച്ചിരിക്കുന്ന സസ്യം കാബേജാണ്. ഇലയുടെ ഉപരിവൃതിയിൽ കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങളാണ് ആസ്യരന്ധ്രങ്ങൾ. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണ്? പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണ്? കരിമ്പ്. അതുപോലെ ഫലമോ വിത്തോ ഇല്ലാത്ത സസ്യം ഏതാണ്? കരിമ്പ്. സസ്യവർഗത്തിൻ്റെ ഒരു ഉഭയസസ്യം ഏതാണ്? കുളവാഴ. ഉഭയ എന്ന് പറയുമ്പോൾ രണ്ടിടത്തും പെടുന്നുണ്ട് അല്ലേ. ഉഭയസസ്യം എന്ന് പറയുന്നത് കുളവാഴയാണ്.
ഇലയുടെ ആദിരൂപം. ഒരു ചെടി കിളിർത്ത് വരുമ്പോൾ ഇല ഇല്ലേ, പ്രൈമോർഡിയമാണ്. അതാണത് ഇലയായിട്ട് വരിക. വിത്ത് കഴിഞ്ഞിട്ട് വിത്തിലുള്ള പ്രൈമോർഡിയമാണ് എന്തായിട്ട് മാറുക, ഇലയായിട്ട് മാറുക. അതാണ് ഇലയുടെ ആദിരൂപം എന്താണ്, പ്രൈമോർഡിയം. ഇലയുടെ ആദിരൂപം എന്താണ്, പ്രൈമോർഡിയം. ഒരു വിത്ത് കിളിച്ചിട്ടൊരു നാമ്പ് വരുമ്പോൾ ഇലയുടെ പ്രൈമോർഡിയമാണ് പുറത്തേക്ക് ഇങ്ങനെ ചാടി വരും. വിത്തിനകത്ത് 2 വിത്ത് ഇങ്ങനെ വരുമ്പോൾ വിത്തിനകത്തൊരു സാധനം ഇല്ലേ, അതാണ് പ്രൈമോർഡിയം. അപ്പോൾ ഇലയുടെ ആദിരൂപം എന്താണ്, പ്രൈമോർഡിയം. പൂക്കളിലെ സ്ത്രീ ലൈംഗിക അവയവം എന്താണ്, ജനിപുടം എന്നാണ് പറയുക, ജനിപുടം. പുഷ്പത്തിൻ്റെ പുരുഷ ലൈംഗിക അവയവം എന്താണ്, കേസരം. ജനിപുടവും കേസരവും. അടുത്തത്, സസ്യങ്ങൾ പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്, ഫ്ലോറിജൻ എന്ന ഹോർമോണാണ്. ചൈനീസ് റോസ് എന്താണ്, ചെമ്പരത്തി. ഫലങ്ങളുടെ രാജാവ് മാമ്പഴം. ഇനി പ്രകാശസംശ്ലേഷണം നടക്കുന്ന സസ്യത്തിൻ്റെ ഭാഗം എന്താണ്, ഇലയാണ്. പ്രകാശസംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഹരിതകം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു ലോഹം ഏതാണ്, മഗ്നീഷ്യം എന്ന ലോഹം. പ്രകാശസംശ്ലേഷണം എന്താണ്, സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്താൽ കാർബൺ ഡൈ ഓക്സൈഡ്, ജലം, ലവണം എന്നിവ ഉപയോഗിച്ച് ഇലയുടെ ഹരിതകത്തിൽ വെച്ച് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന രീതിയാണെന്ത്, പ്രകാശ സംശ്ലേഷണം. അടുത്തത്, പ്രകാശസംശ്ലേഷണത്തിന് സമയത്ത് സ്വീകരിക്കുന്ന വാതകം ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡാണ് സ്വീകരിക്കുന്ന വാതകം. പ്രകാശസംശ്ലേഷണ നിരക്ക് കൂടുതലുള്ള പ്രകാശം, ചുവപ്പ്, സൺലൈറ്റ്, സൂര്യപ്രകാശം അടിക്കുമ്പോൾ അതിൽ വിബ്ജിയോർന്ന ഘടകങ്ങളൊക്കെ ഉണ്ട് അല്ലേ, വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ അങ്ങനെ ഘടകമുള്ളപ്പോൾ ചുവപ്പ് പ്രകാശമുള്ളപ്പോഴാണ് എന്താണ്, ഏറ്റവും കൂടുതൽ ചുവപ്പിലാണെന്ത്, പ്രകാശസംശ്ലേഷണ നിരക്ക് കൂടുതലുള്ളത്. പ്രകാശസംശ്ലേഷണ നിരക്ക് കൂടുതലുള്ള പ്രകാശം ഏതാണ്, ചുവപ്പാണ്. അതുപോലെ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തുവിടുന്ന വാതകം ഏതാണ്, ഓക്സിജൻ. അതായത് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ലവണങ്ങളും സൺലൈറ്റും ഈ ഹരിതകവും എല്ലാം ഉപയോഗിച്ചിട്ട് അന്നജം ഉൽപ്പാദിപ്പിക്കുമ്പോൾ പുറത്തേക്ക് വരുന്ന വാതകം എന്താണ്, ഓക്സിജനാണ്. അതവർ ഇതാണ് സ്റ്റൊമേറ്റ വഴി അല്ലേ, ക്വാഡ്സൽ സ്റ്റൊമേറ്റ വഴി പുറത്തേക്ക് അവർ വിടുന്നുണ്ട്. സസ്യങ്ങൾ വിടുന്നുണ്ട്. സ്റ്റൊമേറ്റ എന്ന് പറയുമ്പോൾ എന്തായിരിക്കണം, സസ്യങ്ങളിൽ കാണപ്പെടുന്ന സുഷിരങ്ങളാണെന്ത്, സ്റ്റൊമേറ്റ എന്ന് പറയുക. സ്റ്റൊമേറ്റ സസ്യങ്ങളിൽ കാണുന്ന സുഷിരങ്ങളാണെന്ത്, സ്റ്റൊമേറ്റ. അതുവഴിയാണ് അവർ ഓക്സിജൻ പുറത്തേക്ക് വിടുക. പ്രകാശസംശ്ലേഷണ സമയത്ത് പുറത്തേക്ക് വിടുന്ന വാതകം ഏതാണ്, ഓക്സിജൻ. ഇനി പ്രകാശസംശ്ലേഷണ ഫലമായി നിർമ്മിക്കപ്പെടുന്ന പദാർത്ഥം അന്നജം. സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്, ഓക്സിജൻ. ഓക്കെ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ആരാണ്, ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ആരാണ്, ഹരിത സസ്യങ്ങൾ എന്ന് പറയും അല്ലേ. നമുക്കിവിടെ ആഹാര ശൃംഖല ജാലമുണ്ട്. അതായത് ആഹാരത്തിന് വേണ്ടി ജന്തുക്കളും സസ്യങ്ങളും പരസ്പരം ആശ്രയിക്കുന്ന ഒരു ശൃംഖലയുണ്ട്. അതാണെന്ത്, ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നുണ്ട് അല്ലേ. പരസ്പരം ഇപ്പോൾ പ്ലാന്റ്സ് ആണെങ്കിലും ചെടികളാണെങ്കിലും ഹരിത സസ്യങ്ങളാണ് ആദ്യത്തെയെങ്കിൽ അവരെ ആശ്രയിക്കുന്ന ഉൽപ്പാദകർ എന്ന് പറയുന്ന സംഭവമാണ്. സസ്യഭോജികളുണ്ട്, അവരെ ആശ്രയിക്കുന്ന മാംസഭോജി. അങ്ങനെ എല്ലാവരും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആഹാരത്തിന് വേണ്ടി പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. അതാണെന്ത്, ആഹാര ശൃംഖല ജാലം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ആരാണ്, ഹരിത സസ്യങ്ങളാണ് അവിടുത്തെ ഉൽപ്പാദകർ എന്ന് പറയാം. ഉൽപ്പാദകർ ആരാണിവിടെ, ഹരിത സസ്യങ്ങളാണ് ഉൽപ്പാദകർ അല്ലേ. അപ്പോൾ അടുത്തത് എന്ത് വരണം, ഉപഭോക്താക്കൾ വരണം. ഉപഭോക്താക്കൾ എന്ന് പറഞ്ഞാൽ സസ്യങ്ങൾ അല്ലെങ്കിൽ ഉൽപ്പാദകരെ ആഹാരമാക്കുന്ന ആൾക്കാരാണെന്ത്, ഉപഭോക്താക്കൾ, ഉപയോഗിക്കുന്നവർ. ഉൽപ്പാദകരും ആദ്യം ആഹാരം നിർമ്മിക്കുന്നവരാണെന്ത്, ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ എപ്പോഴും ആരാണത്, ഹരിത സസ്യങ്ങൾ ആയിരിക്കും. അവരെ ആഹാരമാക്കുന്നവരാണെന്ത്, ഉപഭോക്താക്കൾ എന്ന് പറയുക അല്ലേ. അതിൽ സസ്യഭോജികളും വരാം, മാംസഭോജികൾ വരാം, മിശ്രഭോജികളും വരാം. ഉപഭോക്താക്കൾ കഴിഞ്ഞ അടുത്ത പോയിൻ്റ് ആരാണ്, വിഘാടകർ എന്ന് പറയും.
അപ്പോൾ ഒരു ആഹാര ശൃംഖലയിൽ മെയിൻലി പ്രധാനമായിട്ട് ആരൊക്കെ കാണാം? ഉൽപ്പാദകരും ഉപഭോക്താക്കളും വിഘാടകരും പ്രധാനമായിട്ട് കാണുന്നു. ഉൽപ്പാദകർ അതിൽ ആരാണത്? ഹരിതസസ്യങ്ങളാണ് ഉൽപ്പാദകർ എന്ന് പറയുന്നത്. എപ്പോഴും അവർ തന്നെയാണ്. ട്രോപ്പിക് ലെവൽ നോക്കി ഏറ്റവും താഴെ തന്നെ അവർ കാണുന്നു. ഉൽപ്പാദകരെ ആഹാരമാക്കുന്നവരെല്ലാം ആരാണ്? ഉപഭോക്താക്കളാണ്. അത് പ്രാഥമിക ഉപഭോക്താക്കളുണ്ട്, ദ്വിതീയമുണ്ട്, തൃതീയമുണ്ട് അല്ലേ? സസ്യഭോജികളും മിശ്രഭോജികളും അതുപോലെ മാംസഭോജികളും ഉണ്ട്. മിശ്രഭോജി എന്താണ്? സസ്യം കഴിക്കും മാംസ്യം കഴിക്കുന്നതാണ് മിശ്രഭോജി. വിഘാടകർ എന്ന് പറയുമ്പോൾ അതിൽ ആരാണ് വരിക? ബാക്ടീരിയ, ഫംഗസ് മുതലായ ജീവികളാണ് വിഘാടകർ. അതായത് ഒരു ജീവി ചത്ത് കഴിയുമ്പോൾ, മരിച്ചു കഴിയുമ്പോൾ അതിന് മണ്ണിൽ ലയിക്കണമെങ്കിൽ ആര് വേണം? വിഘാടകർ വേണം. അതായത് ആ ചത്ത് കഴിയുന്ന ശരീരത്തിലേക്ക് ബാക്ടീരിയയും ഫംഗസും പ്രവർത്തിച്ചിട്ടാണ് അതിനെ വിഘടിപ്പിച്ച് മണ്ണിലേക്ക് ലയിപ്പിക്കുന്നു. അവരാണെന്ത്? വിഘാടകർ. അപ്പോൾ ഒരു ഭക്ഷ്യശൃംഖലയിൽ എന്താണ്? ഹരിതസസ്യങ്ങളാണ് അവിടുത്തെ ഉൽപ്പാദകർ, അവരെ കഴിക്കുന്നൊരു ഉപഭോക്താക്കളാണ് അല്ലേ? അത്രയുമാണ് ഭക്ഷ്യശൃംഖലയിൽ വരുന്നത്. അടുത്തത് സസ്യവർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? ഇലകൾക്ക് പച്ച നിറം കൊടുക്കുന്നത് ഹരിതകമാണ്. ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണകം ഏതാണ്? ആന്തോസയാനിൻ. എപ്പോഴും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. ചുവപ്പ് നിറം കൊടുക്കുന്ന എന്താണ്? ആന്തോസയാനിൻ. ഓറഞ്ച് നിറം കൊടുക്കുന്നത്, ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ആന്തോസയാനിൻ എന്നാണ് പറയുന്നത്. ഇലകൾ, പൂക്കൾ എന്നിവയ്ക്ക് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തുവാണ്. അത് പർപ്പിൾ നീല നിറം, മെയിൻലി പർപ്പിൾ നീല നിറമാണ് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു. 6ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റിൽ നമുക്ക് ചുവപ്പ് നിറം കൊടുക്കുന്ന വർണ്ണവസ്തു ആന്തോസയാനിൻ എന്നാണ്. പർപ്പിൾ നിറം കൂടി കൊടുക്കുന്നുണ്ട്. ഓറഞ്ച് നിറം കൊടുക്കുന്ന ആരാണ്? ഓറഞ്ച് നിറമുള്ളത് എന്താണ്? ഓറഞ്ച്, അതായത് കരോട്ടിനാണ്. ഓറഞ്ച് ഗുണം കൊടുക്കുന്ന വർണ്ണവസ്തു കരോട്ടിൻ. നമ്മുടെ ക്യാരറ്റിൽ കൊടുക്കുന്നതാണത്. ക്യാരറ്റിന് ഓർമ്മ വന്നാൽ മതി. ഓറഞ്ച് നിറം കൊടുക്കുന്ന കരോട്ടിനാണ് ക്യാരറ്റ്. മഞ്ഞ നിറം കൊടുക്കുന്ന ഇലയും പൂക്കളും ഫലങ്ങൾക്കുമൊക്കെ, ഇലകൾക്ക്, നമ്മുടെ പൂക്കൾക്ക്, പഴങ്ങൾക്കുമൊക്കെ മഞ്ഞ നിറം കൊടുക്കുന്ന വസ്തു എന്താണ്? സാന്തോഫിലാണ്. ഇലകൾക്ക്, പൂക്കൾക്ക്, ഫലങ്ങൾക്ക് എന്നിവയ്ക്ക് മഞ്ഞ നിറം കൊടുക്കുന്ന വർണ്ണവസ്തു എന്താണ്? സാന്തോഫിലാണ്. അപ്പോൾ ഇലകൾക്ക് പച്ച നിറം ഹരിതകം, ചുവപ്പ് നിറം അല്ലെ വയലറ്റ് നിറം കൊടുക്കുന്ന, പർപ്പിൾ ചുവപ്പ് ആന്തോസയാനിനാണ്. അതുപോലെ ഓറഞ്ച് നിറം കൊടുക്കുന്നത് ക്യാരറ്റ് എന്നൊക്കെ ഓർത്തിരുന്നാൽ മതി. മഞ്ഞ നിറം കൊടുക്കുന്നത് സാന്തോഫിലാണ് അല്ലേ? ഇലകൾക്ക് മഞ്ഞ നിറം, പൂക്കൾക്ക് മഞ്ഞ നിറം കൊടുക്കുന്നത്, പഴങ്ങൾക്ക് മഞ്ഞ നിറം സാന്തോഫിലാണ് അല്ലേ? ഇത് കുർക്കുമിൻ എന്ന ഒരു വർണ്ണകം നോക്കാം, മഞ്ഞളാണ് അല്ലേ? അതുപോലെ ലൈക്കോപ്പീൻ, തക്കാളിക്ക് നിറം കൊടുക്കുന്നില്ല വസ്തുവിലെ ലൈക്കോപ്പീൻ എന്നാണ് പറയുക. ലൈക്കോപ്പീൻ എന്ന് പറഞ്ഞ ഒരു വർണ്ണകമുണ്ട്. അത് നമ്മുടെ തക്കാളിക്ക് ആ നിറം കൊടുക്കുന്നത് ലൈക്കോപ്പീനാണ്. ലൈക്കോപ്പീനാണ് തക്കാളിക്ക് അത് കൊടുക്കുന്നത്. അല്ല, കുങ്കുമത്തിൻ്റെ എന്താണ്? കുങ്കുമം അറിയോ? കുങ്കുമം ബിക്സിൻ എന്ന് പറയും. ബിക്സിൻ എന്ന വർണ്ണകമാണ് കുങ്കുമത്തിന് ആ നിറം കൊടുക്കുക. ബിക്സിൻ. ഓക്കെ, ആ വർണ്ണകത്തിൻ്റെ പേര് ബിക്സിൻ എന്നാണ്. കുങ്കുമത്തിന് ആ നിറം കൊടുക്കുന്നത് അതാണത്. അതുപോലെ നമ്മുടെ ബീട്രൂട്ട് എന്ന് പറയുമ്പോൾ അത് ബീറ്റാസയാനാണ്. ബീറ്റാസയാൻ. അപ്പോൾ ഹരിതകം പച്ചനിറം, ചുവപ്പ് ആന്തോസയാനിൻ, ഓറഞ്ച് കരോട്ടിൻ, ക്യാരറ്റിന് പഠിക്കാം, മഞ്ഞ നിറം സാന്തോഫിൽ, ബിക്സിൻ കൊടുക്കുന്നില്ലേ? ബിക്സിൻ എന്ന വർണ്ണകം കുങ്കുമത്തിനുണ്ട്. ബീറ്റാസയാനിൻ ആർക്കാണ്? ബീറ്റാസയാനിൻ ബീട്രൂട്ടിന്. ഓക്കെ, പിന്നെന്താ? ലൈക്കോപ്പിൻ പറഞ്ഞല്ലേ? ലൈക്കോപ്പിൻ എന്താണത്? ലൈക്കോപ്പിൻ തക്കാളിയാണ്. ഇനിയുള്ളത് വാസത്തിന് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? വാസത്തിന് മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾക്ക് പറയുന്ന പേരെന്താണ്? എപ്പിഫൈറ്റുകൾ. ജീവിക്കാൻ വേണ്ടി മാത്രം, വസിക്കാൻ വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്നവയാണെന്ത്? എപ്പിഫൈറ്റ് ഉദാഹരണം ആരൊക്കെയാണ്? ഓർക്കിഡും മരവാഴയുമാണ് എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം. ഓർക്കിഡും മരവാഴയുമാണ് എപ്പിഫൈറ്റുകൾക്ക് ഉദാഹരണം എന്ന് പറഞ്ഞത്. ഇനി ഒരു പൂർണ്ണ പരാത സസ്യങ്ങൾ. പൂർണ്ണ പരാത ഉദാഹരണം എന്താണ്? മൂടില്ല താളിയാണ് പൂർണ്ണ പരാതം.
എന്നാൽ ഈ പരാത സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മറ്റ് സസ്യങ്ങൾ വളർന്നിട്ട് അവയിൽ നിന്നും ജലവും ആഹാരവും വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ. അതായത് മറ്റ് സസ്യങ്ങളിൽ പോയി ജീവിച്ചിട്ട്, മറ്റ് ചെടികളിൽ ജീവിച്ചിട്ട് അവിടെ നിന്നും ജലവും ആഹാരവും വലിച്ചെടുത്ത് ജീവിക്കുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ. അവരെ ആശ്രയിക്കുന്നു പൂർണ്ണമായിട്ടും, അല്ലേ? അവിടുന്ന് ജലവും ലവണവും ഒക്കെ, ജലവും ആഹാരവും വലിച്ചെടുത്ത് ജീവിക്കുന്നു പരാത സസ്യങ്ങൾ. മറ്റ് സസ്യങ്ങളിൽ വളർന്നിട്ട് അവിടെ നിന്നും ജലവും ആഹാരവും വലിച്ചെടുക്കുന്ന സസ്യങ്ങളാണ് പരാത സസ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പൂർണ്ണ പരാതം ആരാണ്? മൂടില്ലാത്താളിയാണ്. അതൊരു സെമി പാരസൈറ്റ്, ഭാഗികമായ പരാതം ആരാണ്? ഭാഗികം, ഇത്തിളാണ്. ഭാഗികമായത് ഇത്തിളാണ്. ഭാഗികമായിട്ട്, അതായത് അവർ അവിടെ താമസിച്ചിട്ട് അവരിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഹരിതകം ഉപയോഗിച്ച് അവർ ആഹാരം നിർമ്മിക്കുന്നുണ്ട്, ഇത്തിളൊക്കെ. അടുത്തത് ഉദാഹരണം ഉണ്ടല്ലോ, അല്ലേ? പരാസസ്യങ്ങൾ എന്ന് പറയുമ്പോൾ ആരൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റും? പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇത്തിളുണ്ട്, മൂടില്ലാത്താളി, ചന്ദനമരമുണ്ട്. അതും ഭാഗിക പരാത സസ്യമാണ്. ചന്ദനം ഭാഗികമാണ്. ചന്ദനം പൂർണ്ണ പരാതം മൂടില്ലാത്താളിയാണെങ്കിൽ ഭാഗികമായത് ആരൊക്കെയാണ്? ഭാഗികം സെമി പാരസൈറ്റ് ആരൊക്കെയാണ്? ഒന്ന് ചന്ദനമരം, മറ്റൊന്ന് ഇത്തിൽക്കണ്ണി, മാവിലൊക്കെ പറ്റിപ്പിടിക്കും ഇത്തിൽക്കണ്ണിയും സെമി പാരസൈറ്റാണ്, അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അമാനിറ്റ എന്ന കുമിളിൽ അടങ്ങിയിരിക്കുന്ന വിഷം എന്താണ്? അമാനിറ്റ എന്ന കുമിളിൽ അടങ്ങിയിരിക്കുന്ന, കുമിൾ ഫംഗസ്, അമാനിറ്റ എന്ന കുമിളിൽ അടങ്ങിയിരിക്കുന്ന വിഷത്തിൻ്റെ പേരെന്താണ്? മുസ്കാറിൻ. എല്ലാം ഭക്ഷ്യോഗ്യമായ കൂണുകളല്ല, എല്ലാം, അല്ല, ഫംഗസ് ആണെങ്കിലും എല്ലാം ഭക്ഷ്യോഗ്യമായ കൂണുകളല്ല. അമാനിറ്റ എന്ന കുമിളിൽ അടങ്ങിയിരിക്കുന്ന വിഷം ഏതാണ്? മുസ്കാറിനാണ് ആ വിഷത്തിൻ്റെ പേര്. അടുത്തത് പരാത സസ്യങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഇത്തിളും, മൂടില്ലാത്താളി, ചന്ദനം എന്നിവയാണ്. അടുത്തത് മണ്ണും ജലവും ഇല്ലാതെ സസ്യങ്ങളെ വളർത്തുന്ന രീതിക്ക് പറയുന്ന പേരെന്താണ്? മണ്ണും ജലവും ഒന്നുമില്ലാതെ തന്നെ സസ്യങ്ങളെ എയറിൽ വളർത്തുന്ന പേരെന്താണ്? എയ്റോപോണിക്സ് എന്നാണ് പറയുക. എന്നാൽ പോഷകമൂല്യമൊക്കെ ഉള്ള ലായനിയിൽ സസ്യങ്ങളെ വളർത്താറുണ്ട്. അതിനെന്ത് പറയും? ഹൈഡ്രോപോണിക്സ് എന്ന് പറയും. പോഷകമൂല്യമുള്ള ലായനിയിൽ, അതായത് ചെടിക്ക് വളരാൻ അത്യാവശ്യം വേണ്ട ഘടകങ്ങളൊക്കെ ഉള്ളതാണിത്, പോഷകമൂല്യമുള്ള ലായനി. ആ ലായനിയിൽ ചെടിയെ വെച്ചിട്ട് വളർത്തുന്ന രീതിയാണിത് ഹൈഡ്രോപോണിക്സ് എന്ന് പറയുക. അപ്പോൾ ഇവിടെ മണ്ണും ജലവും ഇല്ലാതെ തന്നെ സസ്യങ്ങളെ വളർത്തുന്ന രീതിയാണിത് എയ്റോപോണിക്സ്, അല്ലേ? അന്തരീക്ഷത്തിലാണ് എയ്റോപോണിക്സ്. അടുത്തത് സസ്യലോകത്തിലെ ഉഭയജീവികൾ ആരാണ്? സസ്യലോകത്തിലെ ഉഭയജീവികൾ, അല്ലേ? താലോഫൈറ്റ്സ്, ബ്രയോഫൈറ്റ്സ് ആൻഡ് ടെറിഡോഫൈറ്റ്. സസ്യലോകത്തിലെ ഘടകങ്ങളാണ്, അല്ലേ? ആൽഗ, ഫഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ അതിനകത്ത് വരുന്നതാണ് ആര്? സസ്യലോകത്തിലേക്ക് വരുന്നതാണ് ബ്രയോഫൈറ്റ്സ്, താലോഫൈറ്റ്, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്. താലോഫൈറ്റാണ് ആദ്യം. അപ്പോൾ ഇതിനകത്ത് ബ്രയോഫൈറ്റ് എന്ന് പറയുമ്പോൾ ടെറിഡോഫൈറ്റിൻ്റെ സ്വഭാവങ്ങളും, താലോഫൈറ്റ് എന്ന് പറയുമ്പോൾ തറയിൽ താഴെ പറ്റിച്ചേർന്ന് വളരുന്ന ജീവികളായിരിക്കും ഇവിടെ കാണുക, സസ്യങ്ങളവിടെ കാണുക, താലോഫൈറ്റ്സ് വരിക. ടെറിഡോഫൈറ്റ് കുറച്ച് പൊക്കത്തിലുള്ളവയാണ്. അപ്പോൾ അത് രണ്ടിൻ്റെ ഇടയ്ക്ക് വരുന്ന ആൾക്കാരാണ് എന്ത്? ബ്രയോഫൈറ്റ്സ്. സസ്യലോകത്തിൻ്റെ ഉഭയജീവികൾ എന്ന് പറഞ്ഞ ആരാണ്? ബ്രയോഫൈറ്റാണ്. അതുപോലെ ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വളരുന്ന സസ്യം ചതുപ്പിൽ, അല്ലേ? ചതുപ്പിൽ കണ്ടൽ വനങ്ങളൊക്കെ ഓർക്കുക. ചതുപ്പിൽ വളരുന്ന സസ്യങ്ങളാണ് മീസോഫൈറ്റ്സ്, അല്ലേ? ഇങ്ങനെ ചെളിക്കൊണ്ടാണ് ഇങ്ങനെ പൊങ്ങിയിരിക്കുക, അവരുടെ വേര് ഇവിടെ ഇങ്ങനെ കാണും. മീസോഫൈറ്റുകളാണ്. ചതുപ്പ് പ്രദേശങ്ങളിൽ കാണുന്ന സസ്യമാണെന്ത്? മീസോഫൈറ്റുകൾ എന്ന് പറയുന്നത്. അതിൽ സാപ്രോഫൈറ്റ് എന്താണ്? സാപ്രോഫൈറ്റ് എന്താണ്? സാപ്രോഫൈറ്റ് അതായത് മൃതശരീരങ്ങളെ ആഹാരമാക്കുന്ന സസ്യങ്ങളുണ്ട്, അവയാണെന്ത്? സാപ്രോഫൈറ്റ്. മൃതശരീരങ്ങളെ, അല്ലേ? മൃതശരീരങ്ങളെ ആഹാരമാക്കുന്നവരാണെന്ത്? സാപ്രോഫൈറ്റുകൾ, അല്ലേ? ഓക്കെ. എന്നാൽ മരുഭൂമിയിൽ വളരുന്നവരെന്താണ്? മരുഭൂമിക്ക് നമുക്ക് എന്താ പറയാം? മരുഭൂമിയിലെ സസ്യങ്ങൾ എന്ത് പറയാൻ പറ്റും? സീറോഫൈറ്റ്സ്. അതറിയാം, സീറോഫൈറ്റുകൾ. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളാണെന്ത്? സീറോഫൈറ്റ്. സാപ്രോഫൈറ്റ് എന്താണ്? മൃതശരീരങ്ങളെ ആഹാരമാക്കുന്നവരാണ് സാപ്രോഫൈറ്റുകൾ. മരുഭൂമിയിൽ വളരുന്ന സസ്യങ്ങളാണെന്ത്?
സീറോഫൈറ്റുകൾ. ഓക്കെ. അപ്പോൾ അതുപോലെ ജലത്തിൽ ജീവിക്കുന്ന സസ്യങ്ങൾ പൂർണ്ണമായും ജലത്തിൽ ജീവിക്കുന്ന സസ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈഡ്രോഫൈറ്റ് എന്ന് പറയും. ഹൈഡ്രോഫൈറ്റ്. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ നോക്കാം. സസ്യലോകത്തിലെ ഉഭയജീവി ബ്രയോഫൈറ്റ്. അപ്പം ഞാൻ സസ്യലോകത്തിൽ നമുക്ക് അതിൻ്റെ വർഗീകരണം എടുക്കുമ്പോൾ താലോഫൈറ്റ്, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ് എന്ന് വരുന്നുണ്ട് അല്ലേ. താലോഫൈറ്റ് താഴെ പറ്റിപ്പിടിച്ച് വരുന്ന ആൽഗകൾ പോലുള്ള സസ്യങ്ങളാണ് ഇവിടെ കാണപ്പെടുക. ബ്രയോഫൈറ്റ് കുറച്ചുകൂടെ മുതിർന്നത്. ടെറിഡോഫൈറ്റ് പറയുമ്പോൾ വലിയ മരങ്ങൾ, പൈനസ് മരങ്ങളും ഒക്കെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഒരാളുള്ളതുകൊണ്ട് ഇത് വിളിക്കാൻ പറ്റുന്നുണ്ട് ഉഭയജീവി അല്ലേ. തവള ഉഭയജീവിയില്ലേ, കരയിലും വെള്ളത്തിലും. അതുപോലെ തന്നെ ബ്രയോഫൈറ്റ്സ് ആണ് സസ്യലോകത്തിലെ ഉഭയജീവി. ചതുപ്പ് പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യം മീസോഫൈറ്റുകൾ. മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏതാണ്? കുരുമുളകാണ്. മഴയുണ്ടെങ്കിൽ മാത്രമേ പരാഗണം നടക്കുകയുള്ളൂ അല്ലേ. അതിൻ്റെ പൂമ്പൊടി മറ്റൊന്നിലേക്ക് വീഴുകയുള്ളൂ അല്ലേ. പൂമ്പൊടി മറ്റൊന്നിലേക്ക് വീഴണം, അതാണ് പരാഗണം എന്ന് പറഞ്ഞാൽ. മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യമാണെന്ത്? കുരുമുളക്. കാറ്റിലൂടെ പരാഗണം നടത്തുന്നവരാണെന്ത്? മുരിങ്ങ, എരിക്ക. അതിൻ്റെയൊക്കെയാണ് ഇങ്ങനെ പറന്ന് നടക്കുക. നമ്മളിങ്ങനെ വെളുത്തൊരു സാധനം ഇങ്ങനെ പറന്ന് നടക്കുന്നതാണ് മുരിങ്ങ, എരിപ്പ് അല്ലേ. അതുപോലെ നമ്മുടെ ഔഷധ സസ്യം എന്ന് പറഞ്ഞാൽ ശരിക്കും ഔഷധ സസ്യം ആരാണ്? ഔഷധ സസ്യം തുളസിയാണ് നമ്മുടെ ഔഷധ സസ്യങ്ങളിൽ വരിക അല്ലേ. നമ്മുടെ രോഗങ്ങൾക്കെല്ലാം വേണ്ടി ഉള്ളൊരു ഒറ്റമൂലി, ഏത് രോഗമുണ്ടെങ്കിലും ഏതൊറ്റമൂലിയും ഇത് നമുക്ക് വേപ്പെന്ന് പറയുന്ന ഒറ്റമൂലി പറഞ്ഞാൽ മതി. അപ്പോൾ ഒന്നുകൂടി ഇവിടെ നോക്കിയിട്ട് നമുക്ക് പോകാം. ഏറ്റവും ഒരൊറ്റ റിവിഷൻ. കോശം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ഹുക്ക്. കോശങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? സൈറ്റോളജി. സസ്യകോശം കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ MJ ഷ്ലീഡൻ. കലകളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ഹിസ്റ്റോളജി. സസ്യചലനങ്ങൾ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ക്രിസ്കോഗ്രാഫ്. JC ബോസ്. കോശത്തിൻ്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന ആരാണ്? മൈറ്റോകോൺട്രിയ. സസ്യങ്ങളുടെ കോശഭിത്തി നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്താണ്? സെല്ലുലോസ്. സസ്യകോശങ്ങളിൽ കാണപ്പെടുന്ന പച്ചനിറമുള്ള ജൈവ കണങ്ങൾ ഏതാണ്? ഹരിതകം. സസ്യകോശങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന കൊഴുത്ത ദ്രാവകത്തിന് പറയുന്ന പേരെന്താണ്? പ്രോട്ടോപ്ലാസം. തേങ്ങയുടെ ചിരട്ട നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സസ്യകല സ്ക്ലീറൻ കൈമ. സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാം? വേര്, തണ്ട്, ഇല, പൂവ്, ഫലം എന്നിവയാണ്. സസ്യങ്ങളുടെ അടുക്കള ആരാണ്? ഇലയാണ്. എന്നാൽ സസ്യകോശത്തിൻ്റെ അടുക്കള എന്താണ്? ഹരിതകണം. അതിൽ കാണുന്നതാണ് ഗ്രാന എന്നും സ്ട്രോമ എന്നും പറയുന്ന ഘടകങ്ങളുണ്ട് അവിടെ. ഇലകൾക്ക് പച്ചനിറം നൽകുന്നത് ആരാണ്? ഹരിതകം എന്ന വർണ്ണവസ്തു ആണ്. ഒറ്റ ഇല മാത്രമുള്ള സസ്യം ഏതാണ്? ചേന. ഇലകളിൽ ആഹാരം സംഭരിച്ചു വച്ചിരിക്കുന്ന സസ്യം കാബേജ്. ഇലയുടെ ഉപരിവൃതിയിൽ കാണുന്ന സൂക്ഷ്മ സുഷിരങ്ങൾ എന്താണ്? ആസ്യരന്ധ്രങ്ങൾ. പുഷ്പിച്ചാൽ വിളവ് കുറയുന്ന സസ്യം ഏതാണ്? കരിമ്പ്. ഫലമോ വിത്തോ ഇല്ലാത്ത സസ്യം കരിമ്പ്. സസ്യവർഗത്തിൻ്റെ ഉഭയസസ്യം ഏതാണ്? കുളവാഴ. അതുപോലെ ഇലയുടെ ആദ്യ രൂപം പ്രൈമോഡിയം. പൂക്കളിലെ സ്ത്രീ ലൈംഗിക അവയവം ജനിപുടം. പുഷ്പത്തിൻ്റെ പുരുഷ ലൈംഗിക അവയവം കേസരം. സസ്യങ്ങൾ പുഷ്പിക്കുന്നതിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ഫ്ലോറിജൻ. ചൈനീസ് റോസ് ചെമ്പരത്തി. ഫലങ്ങളുടെ രാജാവ് ആരാണ്? മാമ്പഴം. പ്രകാശസംശ്ലേഷണം നടക്കുന്ന സസ്യഭാഗം ഏതാണ്? ഇല. പ്രകാശസംശ്ലേഷണത്തിന് സഹായിക്കുന്ന വർണ്ണകം ഹരിതകം. ഹരിതകത്തിൽ അടങ്ങിയിരിക്കുന്ന ലോഹം മഗ്നീഷ്യം. പ്രകാശസംശ്ലേഷണ സമയത്ത് സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശസംശ്ലേഷണ നിരക്ക് കൂടുതലുള്ള പ്രകാശം ഏതാണ്? ചുവപ്പ്. പ്രകാശസംശ്ലേഷണ സമയത്ത് പുറത്തേക്ക് വിടുന്ന വാതകം ഓക്സിജൻ. ഓക്സിജനാണ് നമ്മൾ ശ്വസിക്കുന്നത്. പ്രകാശസംശ്ലേഷണ സമയത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഫലമായി നിർമ്മിക്കപ്പെടുന്ന പദാർത്ഥം അന്നജം. സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ. ഭക്ഷ്യശൃംഖലയിലെ ആദ്യത്തെ കണ്ണി ഹരിത സസ്യങ്ങൾ. സസ്യവർണ്ണകങ്ങൾ ഏതൊക്കെയാണ്? ഇലകൾക്ക് പച്ചനിറം കൊടുക്കുന്നത് ഹരിതകം. ചുവപ്പ് നിറം ആന്തോസയാനിൻ. ഓറഞ്ച് നിറം കരോട്ടീൻ. മഞ്ഞ നിറം സാന്തോഫിൽ.
വാസത്തിനു വേണ്ടി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന അവയ്ക്ക് പറയുന്ന പേരെന്താണ്? എപ്പിഫൈറ്റുകൾ. ഉദാഹരണം ഓർക്കിഡ്, മരവാഴ. ഒരു പൂർണ്ണ പരാദം, മൂടില്ല താളി. അമാനിറ്റ എന്ന കുമിളിൽ അടങ്ങിയിരിക്കുന്ന വിഷം മുസ്കാറിൻ. പരാദ സസ്യങ്ങൾക്ക് ഉദാഹരണം ഇത്തിൽ, മൂടില്ലാത്താളി, ചന്ദനം എന്നിവ. മണ്ണും ജലവും ഇല്ലാതെ സസ്യങ്ങളെ വളർത്തുന്ന രീതിയാണ് എയ്റോപോണിക്സ്. സസ്യലോകത്തിലെ ഉഭയജീവി ഏതാണ്? ബ്രയോഫൈറ്റുകൾ. ചതുപ്പ് പ്രദേശങ്ങളിൽ വളരുന്ന സസ്യം ഏതാണ്? മീസോഫൈറ്റുകൾ. മഴയിലൂടെ പരാഗണം നടത്തുന്ന സസ്യം ഏതാണ്? കുരുമുളക്. കാറ്റിലൂടെ പരാഗണം നടത്തുന്ന സസ്യങ്ങൾ മുരിങ്ങ, എരിക്ക എന്നിവയാണ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി പുറത്തു വരിക. താങ്ക് യു.